ഗോവൻ വ്ലോഗ് 6ലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സൗത്ത് ഗോവയിലുള്ള ബെന്നോളി എന്ന് പറഞ്ഞ ബീച്ചിലോട്ടാണ്. അവിടെ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു അവിടെ ബീച്ചിൽ കക്കാസൊക്കെ ഷെല്ല് വന്ന് അടിക്കിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അപ്പം മഴയൊക്കെ കഴിക്കാൻ നല്ല ക്ലൈമറ്റിലാണ് ഞങ്ങളുടെ യാത്ര. ഇപ്പം അടുത്ത മഴയ്ക്കുള്ള മഴക്കാറ് കയറി വന്നു. എന്നാലും അറിയ സ്ഥിതിക്കൊന്ന് പോയേക്കാന്നുള്ള രീതിയിൽ നമ്മൾ വന്നതാണ്. ബീച്ചുകൾ റിസോർട്ടുകളൊക്കെയാണ്. നമ്മളന്ന് അങ്ങനെ കൃഷി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം നമ്മൾ ബീച്ച് അടുക്കാറായിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ വന്നു ഇറങ്ങിയില്ല. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലം നോക്കുവാണ്. നല്ല റെസ്റ്റോറൻറ്റും പിന്നെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ചെറുതായിട്ട്. നല്ല കാറ്റാണ്. നമ്മൾ ബീച്ചിൽ ഷെൽസ് കാണാൻ വന്നതാണ്. പക്ഷേ ഇവിടെ ഭയങ്കര കാറ്റാണ്. നല്ല കാറ്റും നല്ല തിരയുണ്ട്. ഇപ്പോൾ ഇവർ ബോട്ടൊക്കെ കരക്ക് കയറ്റി ഇട്ടേക്കുവാണ്. ഫിഷിങ്ങിന് പോകുന്നത്. ഇവാനിയെ ഫ്രണ്ടിൽ ഓടുന്നുണ്ട്. മഴയായതുകൊണ്ട് ഇവിടെ റെഡ് അലേർട്ടാണ്. അവർ ഇറങ്ങല്ലെന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കുറച്ച് നിൽപ്പുണ്ട്. നമ്മളിവിടെ കാണാൻ വന്നതാണ്. പക്ഷെ ഭയങ്കര കാറ്റും മഴയായതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കുറച്ച് കയറി പോകുന്നു. നല്ല തിരയുണ്ട്. കാണാം തിര നന്നായിട്ട് വന്ന് അടിക്കുന്നത്. മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിനി കക്കയുടെ ഷെൽസ് ഒന്ന് നോക്കാം. ഗോവയിൽ ബീച്ചിൽ വന്നാൽ പട്ടിശല്യമാണ്. ഇപ്പം മഴയൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ല കാറ്റുണ്ട്. മഴ ഞങ്ങൾക്ക് മുൻപേ ഓടുന്നുണ്ട്. തിര ഇങ്ങനെ കയറി വരുന്നുണ്ട്. അവർ നമുക്ക് നല്ല ശക്തിയുള്ള തിരയാണ്. ഞാൻ ഈ ഫോൺ പിടിക്കുമ്പോൾ തന്നെ എന്നെയും കൂടെ പറത്തുന്ന രീതിയിലുള്ള കാറ്റാണ്. പനി അവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ റെഡി ആയിട്ട് പോയി നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള പെർമിഷനൊന്നും ഇല്ല. അത് ഞങ്ങളിവിടെ സൈഡ് വരെ വന്ന് നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് കുറച്ച് ആൾക്കാരുണ്ട്. ഇതാണ് നമ്മൾ കാണാൻ വന്നത്. ഈ ഷെൽസ് എല്ലാം വന്ന് ഇങ്ങനെ അടിഞ്ഞു കിടക്കണം. നല്ല രസമായിരുന്നു കാണാൻ. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവാനിയുടെ ഫ്രണ്ട്സിനെ കിട്ടി. അവരും ബീച്ചിൽ വന്നാണ്. അപ്പോൾ കളിക്കാനൊരു ഹായ്. വെരി സ്റ്റേഡിയം. ഇതാണ് ഷെൽസ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒത്തിരി ഷെൽസ് ഉണ്ടായിരുന്നു. പക്ഷേ കടൽ ഒത്തിരി കയറി വന്നതുകൊണ്ട് നമുക്ക് ഷെൽസ് അങ്ങനെ കാണാൻ പറ്റത്തില്ല. ചെറിയ ചെറുതെല്ലാം ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞത് കേട്ടാണ് നമ്മൾ ഷെൽസ് കാണാൻ വന്നത്. പക്ഷെ കടൽ ഒത്തിരി ഇങ്ങോട്ട് കയറി കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ തിരയാണെങ്കിൽ തന്നെ നല്ല ശക്തിയിലാണ്. അടുത്ത മഴയ്ക്കുള്ള ഫ്രണ്ട്സിനെ കിട്ടിയത് കൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഇവര് സേഫ്
ക്ലാസ്സിൽ തന്നെയാണ്. അതുകൊണ്ട് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ ഓടിക്കളിക്കുന്നത്. വാനിയ, ബ്രിട്നി സേ ഹായ്. ഹായ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഷെൽസ് കാണാൻ പറ്റിയില്ല, കാരണം ഭയങ്കര ശക്തിയായിട്ട് തിര വരുന്നത് കൊണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇവാനിയ